വലൗ കരിഹൽ മുശ്രികൂൻ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ക്രൈസ്തവ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൻ്റെ അതേപോലെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ക്രൈസ്തവ ദൈവവിശ്വാസത്തെക്കുറിച്ചിട്ട് നമുക്കറിയാം, ത്രിത്വൈക ദൈവവിശ്വാസമാണ് ക്രൈസ്തവർക്കുള്ളത്. ഇതും ഏകദൈവ വിശ്വാസമാണ് എന്ന് ക്രൈസ്തവ ലോകം വിശ്വസിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തു മായിദ, അതിലെ 73-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം: ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ് വഇല്ലം ഇൻദഹു അമ്മാ യഖൂലൂന ലയമസന്നല്ലദീന കഫറു മിൻഹും അദാബുൻ അലീം. പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അല്ലാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. ഏക ആരാധ്യനല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല തന്നെ. അവർ ആ പറയുന്നതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ ഇവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ക്രൈസ്തവ ലോകത്തിന്റെ അടിസ്ഥാന ദൈവവിശ്വാസമായ ത്രിത്വൈക ദൈവവിശ്വാസത്തിൽ അള്ളാഹുവിനെ മൂവരിൽ ഒരാളാക്കി മാറ്റിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ക്രൈസ്തവ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾ, അള്ളാഹു എന്നവരുടെ ദൈവത്തെക്കുറിച്ച് സൂചിപ്പിക്കാറില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ബൈബിൾ ആധികാരികമായി പബ്ലിഷ് ചെയ്യാൻ അധികാരമുള്ള ബൈബിൾ സൊസൈറ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന പ്രസിദ്ധീകരണ വിഭാഗത്തിന്റെ അറബി ബൈബിൾ നമ്മൾ പരിശോധിച്ചാൽ ദൈവം എന്ന് പറയുന്ന ഭാഗത്തെല്ലാം ഉണ്ടാകുക അള്ളാഹു എന്ന് തന്നെയാണ്. അതേ ദൈവത്തെക്കുറിച്ച് തന്നെയാണ് പരിശുദ്ധ ഖുർആനിലും വിശദീകരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ മൂവരിൽ ഒരാളാക്കി, അഥവാ യഥാർത്ഥ ദൈവത്തിനെ മൂവരിൽ ഒരാളാക്കി മാറ്റിയിട്ടുണ്ടോ? മുമ്പ് ഞാനും ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന സമയത്ത്, അതിനുശേഷം ഇസ്ലാമിലേക്ക് വരുമ്പോഴും അള്ളാഹു മൂവരിൽ ഒരാളായി മാറി എന്ന് പറയുമ്പോൾ ക്രൈസ്തവ ലോകത്തിന്റെ ത്രിത്വൈക ദൈവവിശ്വാസത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ലല്ലോ. അവരുടെ നിർവചനത്തിൽ പറയുന്നത് ആളത്വം 3 ഉണ്ടെങ്കിലും സാരാംശത്തിൽ 1 എന്നൊരു നിർവചനമാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നതിന് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേ അവസ്ഥയിലുള്ള ധാരാളം സുഹൃത്തുക്കൾ ഇവിടെയും ഉണ്ട് എന്നതുകൊണ്ട് അത് അല്പം ഒന്ന് വിശദീകരിക്കുകയാണ്. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അഥവാ മഹാനായ യേശു ക്രിസ്തു, അദ്ദേഹം ലോകത്തിലേക്ക് വന്ന ആദ്യത്തെ പ്രവാചകനായിരുന്നില്ല. നേരെ മറിച്ച് ധാരാളം പ്രവാചകന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട ബനു ഇസ്രായേൽ സമുദായത്തിലേക്ക് അഥവാ ഇസ്രായേൽ മക്കളിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഈസ അലൈഹിസ്സലാം. അദ്ദേഹം അവിടേക്ക് വരുമ്പോൾ തൗറാത്ത് അനുസരിച്ച് ജീവിക്കുന്ന വലിയൊരു സമൂഹം അവിടെയുണ്ട്. ആ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട കൽപ്പനയായി ഇങ്ങനെ കാണാം: ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. മീതെ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ സമുദ്രത്തിലുള്ള യാതൊന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കുകയോ വണങ്ങുകയോ ചെയ്യരുത്. അപ്പോൾ കറതീർന്ന ഒരു ഏകദൈവ വിശ്വാസം അവിടെയുണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ ആ ഏകനായ ദൈവത്തെ ആരാധിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ചെവിയിൽ വളരെ രഹസ്യമായി വന്ന് നമ്മളോട് പറയുകയാണ്, നമുക്ക് മറ്റൊരു ദൈവത്തിനെ വിളിക്കാം എന്ന് പറഞ്ഞാൽ ആ ആളിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും തൗറാത്തിന്റെ നിയമത്തിൽ കാണാം. ഇന്നും ക്രൈസ്തവ ലോകം വായിക്കുന്ന ബൈബിളിന്റെ ആ ഭാഗങ്ങളിൽ കാണുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ഒരാൾ വന്ന് രഹസ്യമായി, നീ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തി നിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞാൽ നീ അവനെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ജനങ്ങളുടെ മധ്യത്തിലെത്തിക്കഴിഞ്ഞാൽ വിളിച്ചു പറയണം. എന്ത് വിളിച്ചു പറയണം? ഇങ്ങനെ, ഈ രാത്രിയിൽ ഈ ആൾ എന്റെ ചെവിയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇവനെ നമുക്ക് തൗറാത്തിന്റെ നിയമപ്രകാരം അവനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാം എന്ന് പറയുകയും അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യണം. ഞാൻ ഈ പറയുന്നത് പ്രവാചക സമൂഹത്തിന് എത്രത്തോളം ഗൗരവമുള്ളതായിരുന്നു ഏകദൈവ വിശ്വാസം, അഥവാ ദൈവത്തിന് മുമ്പാകെ തൗഹീദിന്, ഏകദൈവ വിശ്വാസത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിനാണ്. അങ്ങനെ ആ സമൂഹം കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവിടെയുള്ള മറ്റൊരു
ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. അങ്ങനെ കല്ലെറിയുന്നതിൽ ആദ്യത്തെ കല്ല് നീ തന്നെ എറിയണം. അഥവാ ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തി വന്നിട്ടാണ് പറഞ്ഞത്, ആ ആളിനെ ആദ്യം നീ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് അവിടെയുള്ളത്. എന്ന് മാത്രമല്ല, ഇവരുടെ അധീനതയിലുള്ള ഏതെങ്കിലും നാട്ടിലും ഷിർക്ക് പ്രചരിക്കുന്നു എന്ന് കണ്ടാൽ, അന്യദേവനെ കുറിച്ചിട്ടുള്ള ആരാധന നടക്കുന്നു എന്ന് കണ്ടാൽ, അവിടെയും ഇതേപോലുള്ള കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കി ആ നഗരത്തെ തന്നെ മുഴുവനായി ചുട്ട് ചാമ്പലാക്കണമെന്നാണ് അവിടുത്തെ നിയമം. ഇങ്ങനെയുള്ള ഒരു നാട്ടിലേക്കാണ് മഹാനായ ഈസാ അലൈഹി ഇസ്ലാം പ്രബോധനത്തിന് വരുന്നത്. ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമും അവിടെ പ്രബോധനം ചെയ്തത് മുൻകാല പ്രവാചകന്മാർ പഠിപ്പിച്ച അതേ തൗഹീദ് തന്നെ. ബൈബിൾ നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൽ 4 വിവരണങ്ങൾ, യേശുക്രിസ്തുവിന്റെ ബയോഗ്രഫി വിശദീകരിക്കുന്ന, ഈസാ അലൈഹി ഇസ്ലാമിന്റെ ബയോഗ്രഫി വിശദീകരിക്കുന്ന 4 പുസ്തകങ്ങളുണ്ട്. മത്തായി എന്നും മർക്കോസ് എന്നും ലൂക്കോസ് എന്നും യോഹന്നാൻ എന്നുമുള്ള 4 രചയിതാക്കൾ അവരെഴുതിയ 4 വിവരണങ്ങൾ. ഇതിൽ മാർക്കോസിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് തൗറാത്തിന്റെ ഒരു പണ്ഡിതൻ വരുന്നത് കാണാം. യേശുക്രിസ്തു ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ തൗറാത്തിന്റെ പണ്ഡിതൻ ഇതെല്ലാം കേട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറയുന്ന മറുപടികൾ തൗറാത്തിൻ പ്രകാരം തൃപ്തിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതാ? നീ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്, നല്ലതായ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഇതിൽ ഏറ്റവും മുഖ്യമായത് ഏതാണ്? അവിടെ ഈസാ അലൈഹി ഇസ്ലാം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ, ക്രൈസ്തവ സുഹൃത്തുക്കളും അതേപോലെ മുസ്ലിം സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു ഇവിടെ പഠിപ്പിച്ചത് ക്രൈസ്തവ ലോകം ഇന്ന് വിശ്വസിക്കുന്ന ത്രിയേകത്വ വിശ്വാസമാണോ അഥവാ ഏകദൈവ വിശ്വാസമാണോ എന്ന് തിരിച്ചറിയാനാണ്. അവിടെ യേശുക്രിസ്തു പറയുന്നത്, ഇസ്രായേലെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിങ്ങൾ അവനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടുകൂടി സ്നേഹിക്കണം. ഇതാകുന്നു മുഖ്യമായ കൽപ്പന. അഥവാ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത് തൗഹീദാണ്. അതിൽ ഇസ്രായേലെ കേൾക്ക, നിങ്ങളുടെ ദൈവമായ ഞങ്ങൾ ഏക കർത്താവ് എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ചിട്ട് ചോദിച്ച ആളിന്റെയും മറുപടി പറയുന്ന ആളിന്റെയും രണ്ടുപേരുടെയും ദൈവം ഒന്നാണ്. ഇസ്രായേലെ കേൾക്ക, നമ്മുടെ, അല്ലാതെ നിങ്ങളുടെ ദൈവമായ ഞങ്ങൾ എന്നല്ല, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നാണ് പറയുന്നത്. ഈ യേശു ക്രിസ്തുവിന്റെ മറുപടി കേട്ട തൗറാത്തിന്റെ പണ്ഡിതൻ മറുപടി പറയുന്നു, ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ, ഏകനേയുള്ളൂ, നിങ്ങളല്ലാതൊരു ദൈവവുമല്ല, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. യേശുക്രിസ്തു ഈ പണ്ഡിതന്റെ മറുപടി കേട്ടപ്പോൾ യേശുക്രിസ്തു അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് കണ്ടിട്ട് യേശുക്രിസ്തു പറഞ്ഞു, നീ സ്വർഗ്ഗത്തിൽ നിന്ന് ഒട്ടും അകന്നവനല്ല. അഥവാ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യം തൗറാത്തിന്റെ പണ്ഡിതനും സ്വീകാര്യമാണ്. തൗറാത്തിന്റെ പണ്ഡിതൻ യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം വളരെ കൃത്യമായിരുന്നു എന്ന് യേശുക്രിസ്തുവും സർട്ടിഫൈ ചെയ്തു. ഉടനീളം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, കവിണ് വീണ് പ്രാർത്ഥിക്കുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, രാത്രിയിലുടനീളം പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഉടനീളം യേശുക്രിസ്തു പ്രാർത്ഥനയിലായിരിക്കുന്നത് കാണാം. യേശുക്രിസ്തുവിന്റെ അടുത്ത് പ്രാർത്ഥന പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലുമ്പോൾ യേശുക്രിസ്തു മറ്റൊരു ദൈവത്തിനെ ചൂണ്ടി പ്രാർത്ഥന പഠിപ്പിക്കുന്നത് കാണാം. യേശുക്രിസ്തു ഏക സത്യദൈവമായ നീ എന്ന് സ്വർഗത്തിലേക്ക് നോക്കി പറയുന്നത് കാണാം. ഇങ്ങനെ ഉടനീളം യേശുക്രിസ്തുവിന്റെ ഉദ്ധരണികളുള്ള ഈ പറയപ്പെടുന്ന സുവിശേഷങ്ങളിൽ പോലും, അഥവാ ക്രൈസ്തവ ലോകത്തിന്റെ പ്രമാണമായ ബൈബിളിൽ പോലും യേശുക്രിസ്തു ഉൾപ്പെട്ട ദൈവത്തിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. നേരെ മറിച്ച് യേശുക്രിസ്തു വിളിച്ചു പ്രാർത്ഥിച്ച, മുൻകാല പ്രവാചകന്മാരും വിളിച്ചു പ്രാർത്ഥിച്ച ആ ദൈവത്തെ കുറിച്ചിട്ടാണ്. എങ്കിൽ പിന്നെ എന്താണ് ഈ ത്രിയേകത്വം? എന്താണ് ഈ അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പരിശുദ്ധ ഖുർആൻ? ഖുർആന്റെ ഈ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കാം? ക്രൈസ്തവ സുഹൃത്തുക്കൾ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, എന്താണ് ഈ ത്രിയേകത്വം? എന്താണ് ഈ ത്രിയേകത്വം? ക്രൈസ്തവ സുഹൃത്തുക്കൾ അതിന് വിശദീകരിക്കുന്നത്, ആളത്വം 3 ഉണ്ടെങ്കിൽ, അഥവാ വ്യക്തികൾ 3 ഉണ്ടെങ്കിലും അവർ സാരാംശത്തിൽ ഒന്നാണ്. ഇതാണ് അവർ ബൈഹാർട്ട് ചെയ്തിരിക്കുന്ന, മനപ്പാടമാക്കിയിരിക്കുന്ന, അല്ല എങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന നിർവചനം. കേൾക്കുമ്പോൾ തോന്നുക അവർ 3 പേരുണ്ടെങ്കിലും എങ്ങനെയോ അത് ലോപിച്ചൊന്നായി തീർന്നു എന്നാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ഇത് 3 ഉള്ളുവെങ്കിലും അത് എങ്ങനെയോ ലോപിച്ചു ഒന്നായി തീർന്നു, അങ്ങനെ ഒരു ഏകദൈവ വിശ്വാസത്തിലാണ് ഞങ്ങൾ എന്നതാണ്. എന്നാൽ ഇതിന്റെ വസ്തുത നിങ്ങൾ അറിയണം. ക്രൈസ്തവ ലോകത്തിന്റെ വിശ്വാസത്തിൽ ഒരിക്കലും പിതാവെന്ന് പറയുന്ന ദൈവവും പുത്രൻ എന്ന് പറയുന്ന ദൈവവും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവവും ഒരു ദൈവമാണ് എന്ന് ക്രൈസ്തവ ലോകം പറയുന്നില്ല. നേരെ മറിച്ചിട്ട് ഒരാൾ വാദിക്കുകയാണ്,
ഒരു ദൈവം തന്നെയാണ് പിതാവായി വന്നത്, അത് തന്നെയാണ് പുത്രനായി വന്നത്, ആ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവായി വന്നത് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ലോകത്തിന്റെ മുമ്പിൽ അത് പാഷാണ്ഡതയാണ്, കൾട്ടാണ്. അതിനെക്കുറിച്ച് അവർ പറയുക സെബലിനിസം എന്നാണ്. അഥവാ ക്രിസ്താബ്ദം 268 സെബലിയസ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞതും ക്രൈസ്തവ ലോകം അന്ന് തന്നെ ശപിച്ചു പുറത്താക്കിയതുമായ ഒരു വിശ്വാസമാണ് ഈ പറയുന്നത്. എന്നാൽ സാധാരണക്കാരായ ക്രൈസ്തവർ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുദാഹരണമായി പറയുക ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ചിലർ പറയും, ഞാൻ തന്നെ ഉപദേശിയാണ്, ഞാൻ തന്നെ എൻ്റെ മക്കളുടെ പിതാവാണ്, ഞാൻ തന്നെ എൻ്റെ ഭാര്യയുടെ ഭർത്താവാണ്, എന്നാൽ ഞാൻ ഒരാളാണ് എന്ന് പറയുന്ന ഈ ഉദാഹരണങ്ങൾ യഥാർത്ഥത്തിൽ ത്രിയേകത്വത്തിന്റെ ഉദാഹരണങ്ങളല്ല. ഇതൊക്കെ തന്നെ സെബലിനിസം എന്ന് പറയുന്ന വാദത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി രണ്ടാമതായി ചില ആളുകൾ പറയുക, വെള്ളം അതേപോലെ തന്നെ ഐസ് കട്ട, നീരാവി, തൃത്വത്തിന് ഉദാഹരണം പറയുന്നതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് പറയുന്നത് പോലെ. അഥവാ വെള്ളം ഒരു പ്രത്യേക താപനിലയ്ക്ക് അനുസരിച്ച് അത് ഐസ് കട്ടയായി മാറുന്നു, അടുത്ത താപനിലയ്ക്ക് അനുസരിച്ച് അത് നീരാവിയായി മാറുന്നു എന്നതുപോലെ പിതാവ് എന്ന് പറയുന്ന ദൈവം ഒരു പ്രത്യേക സമയത്ത് പുത്രനായി മാറുകയോ പുത്രൻ എന്ന് പറയുന്ന ദൈവം പ്രത്യേക ഒരു സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവായി മാറുകയോ ചെയ്യുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ 3 പേരും ഒരേപോലെ നിൽക്കുകയും ഒരേപോലെ നിലനിൽക്കുകയും നിത്യരായി നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ ഇവർ 3 വ്യത്യസ്തരാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർ ഒന്നാകുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട. ക്രൈസ്തവ സുഹൃത്തുക്കളും മനസ്സിലാക്കണം, ഇസ്ലാമിക പ്രബോധകരും മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കണം. എന്താണ് ഈ പറയുന്ന സാരാംശത്തിൽ ഒന്ന്? എൻ്റെ കാഴ്ചപ്പാടിൽ ലോകത്ത് ഇതേപോലൊരു ഭാഷകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ഇത്രയും വലിയ ഒരു വാക്ക് ലോകം കണ്ടിട്ടുണ്ടാവില്ല. ആ വാക്കാണ് ഈ സാരാംശം. ഞങ്ങളൊക്കെ ക്രൈസ്തവരായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കും, എന്താണ് ഈ സാരാംശത്തിൽ ഒന്നാകുക എന്ന് വെച്ചാൽ എന്താണ് ഈ സാരാംശം? അപ്പോൾ അവർ പറയും എസൻസ് ആണ്. എസൻസ് എന്താണ്? അവർ പറയും നേച്ചറാണ്. നേച്ചർ എന്താണ്? സത്തയാണ്. ഇത് എങ്ങനെ ഒന്നാകുന്നു എന്ന് ഇവർ പറയില്ല. എന്നാൽ ക്രൈസ്തവ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, സാരാംശം എന്ന് പറഞ്ഞാൽ നമ്മൾ അറബി ഭാഷയിൽ സിഫാത്ത് എന്ന് പറയുന്നതാണ്. അള്ളാഹുവിന് ധാരാളം സിഫത്തുകൾ ഉണ്ടെന്ന് പറയുമല്ലോ, എന്ന് പറയുന്നത് പോലെ അവർ പറയുന്ന പദമാണ് സാരാംശം. അതിന് ക്രൈസ്തവർ പറയുന്നത് ദൈവത്തിന് പ്രധാനമായും 4 ഗുണവിശേഷണങ്ങളുണ്ട്, 4 ഗുണങ്ങളുണ്ട്. ഒന്ന്, അവർ പറയുന്നത് നിത്യതയാണ്, അഥവാ എന്നും നിലനിൽക്കുന്നവനാണ്. 2, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, അഥവാ എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലവും നിയന്ത്രിക്കുന്നവനും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ് എന്നുള്ള അർത്ഥത്തിൽ സർവ്വവ്യാപിയാണ്. ഈ 4 ഗുണങ്ങളാണ് അവർ വകവെച്ചു കൊടുക്കുന്നത്. ഇനി അവർ പറയുന്നത് ഈ 4 ഗുണങ്ങളെ മൊത്തത്തിൽ അവർ പറയും സാരാംശം, അഥവാ സിഫാത്ത് എന്ന് നമുക്ക് പറയാം. ഇവർ പറയുന്നത് പിതാവ് എന്ന് പറയുന്ന പൂർണ്ണനായ ദൈവത്തിന് ഈ സിഫാത്ത് എല്ലാം ഉണ്ട്. ആ സിഫാത്ത് യാതൊരു ഏറ്റക്കുറച്ചിലുമില്ലാതെ പുത്രനുമുണ്ട്. അത് യാതൊരു ഏറ്റക്കുറച്ചിലുമില്ലാത്ത രീതിയിൽ പരിശുദ്ധാത്മാവിനുമുണ്ട് എന്നതാണ് ഇവർ ആകെ ത്രിയേകത്തിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരേ സമയം പിതാവ് എന്ന് ഒരേ സമയം ക്രൈസ്തവ ലോകത്തിന് 3 സർവ്വവ്യാപികളും 3 സർവജ്ഞാനികളും 3 നിത്യരുമുണ്ട് എന്ന് മാത്രമേ ഈ ത്രിയേകത്വത്തിൽ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, അവർ അള്ളാഹുവിനെ 3 ഒരുവനാക്കി മാറ്റി. അഥവാ അള്ളാഹുവിനോട് തുല്യനായി 2 പേരെ കൂടി സൃഷ്ടിച്ചു. അള്ളാഹുവിന്റെ അതേ ഗുണങ്ങളോടുകൂടി 2 പേരെയും കൂടി അവർ സങ്കല്പിക്കുകയും അങ്ങനെ യഥാർത്ഥത്തിൽ ബഹുദൈവ വിശ്വാസത്തിലേക്ക് കടക്കുകയും ചെയ്തു. നമുക്കറിയുന്നത് പോലെ ഇന്ന് നമ്മൾ യഹൂദന്മാരുടെ സൈറ്റിൽ പോയാൽ അവർ ഒരു കാരണവശാലും അവർ തൃത്വത്തിലുള്ള മിശിഹ, അവർ വിശ്വസിക്കുന്നു മിശിഹ അഥവാ മസീഹിനിയും വരും. അവരുടെ മുൻകാല തൗറാത്തിന്റെ പുസ്തകങ്ങളിൽ മസീഹിനെ കുറിച്ച് പറയുന്നുണ്ട്, മസീഹ് വരും. അതേപോലെ റൂഹുൽ ഖുദ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അവർ റൂഹുൽ ഖുദ്സിനെ വിശ്വസിക്കുന്നുണ്ട്, മസീഹിനെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇവർ 2 പേരും ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല, ഇവർ 2 പേരും ദൈവത്തിന്റെ ആളത്വമാണെന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ ക്രൈസ്തവ ലോകം അവർ വിശ്വസിച്ചിരുന്ന മുൻകാല പ്രവാചകന്മാർ പഠിപ്പിച്ചിരുന്ന ആ ഏകദൈവ വിശ്വാസത്തിലേക്ക് പുതിയതായി 2 ആളുകൾ കൂടെ മെമ്പർഷിപ്പ് കൊടുക്കുകയും, എന്നാൽ ഈ മെമ്പർഷിപ്പ് കൊടുത്ത കാര്യം, ഈ അംഗസംഖ്യ വർദ്ധിച്ച കാര്യം പൊതുജനം അറിയാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ പദപ്രയോഗം നടത്തിയതാണ് സാരാംശം എന്ന പദപ്രയോഗം. എന്നാൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ക്രിസ്താബ്ദം 325 ഇവർ ഇത് എഴുതി വെച്ചപ്പോൾ, അതിനുശേഷം 300 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പറഞ്ഞുകൊടുത്തു.
യഥാർത്ഥത്തിൽ ഈ വാദത്തിൽ നിന്ന് പിന്മാറണം. പിന്നെ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു എന്താണെന്ന് പഠിപ്പിച്ചതെന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. മറിയമിന്റെ മകൻ മസീഹ് എന്താണ് പറഞ്ഞത്? വക്കാലൽ മസീഹ് യാ ബനി ഇസ്രായീല ഉഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും, നിങ്ങൾ ആരാധിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും രക്ഷിതാവിനെയാണ്. ഈ ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സുഹൃത്തുക്കളും അതേപോലെ തന്നെ ഈ വിഷയം പഠിക്കുന്ന ആളുകളും ഈ കാര്യങ്ങൾ കൂടുതലായി ഉൾക്കൊള്ളുകയും പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ഏതെങ്കിലും വിധത്തിൽ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്താൽ അള്ളാഹു താല എല്ലാവർക്കും പുറത്തു തരും എന്ന വാഗ്ദാനം പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ വളരെ സന്തോഷത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.